ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ഈ ഒരു പാറ്റേൺ ആണ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആൻറ്റി ഗോൾഡൻ ബീഡ്സും സിൽക്ക് ത്രെഡും ആണ് വേണ്ടത്. സിൽക്ക് ത്രെഡ് നമ്മുടെ മെറ്റീരിയലിന് ഏത് കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കളറാണ് എടുക്കുന്നത്. 4 സ്റ്റാൻഡ്സ് എടുത്തതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ പോർഷനിൽ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അടിപൊളി നെക്ക് ഡിസൈൻസും സ്ലീവ് ഡിസൈൻസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണേ. ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഷോർട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡിന് പകരമായിട്ട് ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓണത്തിനൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇപ്പോൾ ഫ്ലവറിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആൻറ്റി ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യാനുള്ളത്. ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 10 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ലീഫിൻ്റെ പോർഷനിൽ നമ്മൾ ആൻറ്റി ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 ബീഡ്സ് വീതം ചെരിച്ച് വെച്ച് തുന്നി കൊടുത്തിട്ടാണ് ലീഫിൻ്റെ പോർഷൻ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഫ്ലവറിന് ചുറ്റുമായിട്ടും ആൻറ്റി ഗോൾഡൻ ബീഡ്സ് ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലെ ഗ്യാപ്പിലായിട്ട് സിൽക്ക് ത്രെഡ് 8 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്.
ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് 2 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ നെക്കിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 ലെയറിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലെയർ ചെയ്യുക, അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തൊരു ലെയർ ചെയ്യുന്നുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ.